നമസ്കാരം. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ കേരളത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു പ്രതിപക്ഷം എടുത്ത നിലപാട്. ആ നിലപാട് ജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി. കേരളം ഒഴികെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്ദേമാതരം ആലപിച്ചു, പൂർണ്ണമായും ആലപിച്ചു. എന്നാൽ കേരളത്തിൽ മാത്രം വി.ഡി. സതീശന് പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിനെതിരെ LDF ഉയർത്തിയ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് ഉയർത്തിയ പ്രതിഷേധം അത് എത്രത്തോളമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഭയന്ന് തന്നെയാണ് വി.ഡി. സതീശൻ എന്തായാലും ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാത്തത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആലപിക്കുമ്പോൾ, പ്രത്യേകിച്ച് വി.ഡി. സതീശനെ പോലൊരാൾ ഇവിടെ പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കേണ്ടതാണ്. AICC ആസ്ഥാനത്ത് പോലും, അതായത് ഞങ്ങളും ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെതിരാണെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന്റെ AICC ആസ്ഥാനത്ത് പോലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അങ്ങനെ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു എന്നുള്ളത് വളരെ 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 ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും M സ്വരാജും മറ്റു നേതാക്കളും ഒക്കെ ഇന്ന് നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പിണറായി വിജയന്റെ പ്രതികരണത്തിലേക്ക്. AICC ആസ്ഥാനത്തെയും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെയും ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണ രൂപം ആലപിച്ച നടപടി കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെയാണ് വീണ്ടും തുറന്നു കാട്ടുന്നത്. കേരളത്തിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലും സമാനമായ സംഭവം ഉണ്ടായത് അതീവ ഗൗരവതരമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയോടല്ല, മറിച്ച് RSSന്റെ ഹിന്ദുത്വ അജണ്ടകളോടാണ് തങ്ങളുടെ പ്രതിബദ്ധതയെന്ന് കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തെളിയിച്ചിരിക്കുകയാണ്. നേരത്തെ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. ഗാനത്തിന്റെ മതപരമായ ബിംബങ്ങൾ ബഹുസ്വര സമൂഹത്തിന് യോജിക്കാത്തതിനാൽ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമേ ദേശീയ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പാടാവൂ എന്ന് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചതാണ്. 1950 ഭരണഘടനാ അസംബ്ലി വന്ദേമാതരത്തിന് ദേശീയ ഗീതം എന്ന പദവി നൽകിയപ്പോഴും ആദ്യ 2 ചരണങ്ങളെയാണ് ഉദ്ദേശിച്ചത്. തങ്ങളുടെ തന്നെ ആ മതേതര പാരമ്പര്യത്തെയാണ് ഗാനം പൂർണ്ണമായി ആലപിക്കുക വഴി കോൺഗ്രസ് ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. സർക്കാർ ചടങ്ങുകളിൽ വന്ദേമാതരം പാടുന്നത് ഒരു കാരണവശാലും നിർബന്ധമല്ല എന്ന് മുഹമ്മദ് സയ്യിദ് നൂറി കേസിൽ 2026 മാർച്ചിലാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേന്ദ്രത്തിന്റെ പുതിയ ഭേദഗതി നിയമപ്രകാരവും ഇത് പാടാതിരിക്കുന്നത് യാതൊരു വിധത്തിലും ശിക്ഷാർഹമായ കുറ്റമല്ല. നിയമപരമായ യാതൊരു ബാധ്യതയുമില്ലാതിരുന്നിട്ടും RSS തീട്ടൂരങ്ങൾക്ക് കീഴ്പ്പെട്ട് ഗാനം മുഴുവനായും ആലപിക്കുന്നത് രാജ്യത്തെ മതനിരപേക്ഷ സമൂഹത്തോടുള്ള കടുത്ത വഞ്ചനയാണ്. ഭൂരിപക്ഷ വർഗീയതയുമായി മത്സരിക്കാൻ സംഘപരിവാർ അജണ്ടകൾ അതേപടി പകർത്തുന്ന കോൺഗ്രസ് നിലപാട് അവർ RSSന്റെ B ടീമായി മാറി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. M സ്വരാജ് ഇങ്ങനെയാണ് കുറിച്ചത്: വന്ദേമാതരം ആയുധമാവുമ്പോൾ വന്ദേമാതരം എന്നൊരു ഗീതം മാത്രമല്ല, സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ആയുധമാണ്. ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം. നിഷ്ഠൂരമായി കൊന്നു തള്ളുന്നതിന് മുമ്പ് വർഗീയവാദികൾ ഇഹ്സാൻ ജാഫ്രിയോട് ആജ്ഞാപിച്ചത് വന്ദേമാതരം ചൊല്ലാനാണ്. വൃദ്ധനായ ഇഹ്സാൻ ജാഫ്രി ജീവൻ നൽകി പ്രതിരോധിച്ച വർഗീയവാദികളുടെ തീട്ടൂരത്തിന് മുന്നിലാണ് കോൺഗ്രസ് ഇന്ന് സാഷ്ടാംഗം പ്രണമിച്ചത്. AICC ആസ്ഥാനത്ത് ദേശീയ നേതൃത്വം ഒന്നടക്കം വിനീത വിധേയരായ വൃദ്ധരായി നിന്ന് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചു. കേരളത്തിലെ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചത് മറക്കാറായിട്ടില്ല. അന്ന് RSS മുഖപത്രം ഓർഗനൈസർ കോൺഗ്രസ് സർക്കാരിനെ അഭിനന്ദിച്ചു, ആശീർവദിച്ചു. മതനിരപേക്ഷ ഇന്ത്യയെ കൊല്ലാൻ പാഞ്ഞെടുക്കുന്ന വർഗീയവാദികളെ പോലെ ആട്ടിൻതോലണിഞ്ഞ ഒറ്റുകാരെയും തിരിച്ചറിയേണ്ടതുണ്ട്. വലതുപക്ഷ വർഗീയ സഖ്യത്തെ തുറന്നു കാണിച്ചും ഒറ്റപ്പെടുത്തിയും മാത്രമേ മതനിരപേക്ഷ ഇന്ത്യക്ക് നിലനിൽക്കാനാകൂ എന്നാണ് M സ്വരാജ് പറഞ്ഞത്. PK സനോജ് ഇങ്ങനെ കുറിച്ചു: വിസ്മയം. കഴിഞ്ഞ ദിവസം വന്ദേമാതരം വിഷയം കോൺഗ്രസ് നിലപാട് എന്താണെന്ന് August 15 അറിയാം വി.ഡി. സതീശൻ. ഇന്ന് August 15 കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനമായ AICC ഓഫീസിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. വല്ലാത്ത നിലപാടായി പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പല നേതാക്കളും അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്, അല്ലെ? ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള A. റഹീം MP അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇന്നലെ മാധ്യമപ്രവർത്തകർ വി ഡി സതീഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുമോ? കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ലേ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് കാണാം എന്നാണ്. ഇന്ന് കണ്ടു കേട്ടോ, AICC ആസ്ഥാനത്ത് എല്ലാവരും കണ്ടു ഈ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നത്. കോൺഗ്രസ് സത്യത്തിൽ ഒരു BJP ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും BJPക്ക് വളമിട്ട് കൊടുക്കുന്നു, BJPക്ക് വളരാനുള്ള നിലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ പോലും നമ്മൾ അത് VD സതീശനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നോക്കൂ, ഈ 24 മണിക്കൂറും എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത്? നരേന്ദ്രമോദി എപ്പോ വലിച്ചു താഴെയിടും, ഞങ്ങൾ കേന്ദ്രത്തിനെതിരാണ്, സംഘപരിവാറിനെതിരാണ്, ഈ എതിരാണെന്നുള്ളത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പോലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കാനും ആഞ്ഞടിക്കാനും ഒക്കെ കഴിയുന്ന ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? ആ CJP സമരം എത്ര ശക്തമായിട്ടുള്ള സമരമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന കൂട്ടായ്മ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദിറിൽ അതിശക്തമായിട്ടുള്ള സമരം നടത്തിയല്ലേ? ആ സമരത്തിന് ആരാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ആരാണ് ആ സമരത്തിന് ഊർജം പകർന്നത്? ഇവിടുത്തെ ഇടതുപക്ഷവും ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ വേദിയിലേക്കൊന്ന് ചെന്ന് അഭിജിത് ദീപ്കയുടെ അടുത്ത് ചെന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു? രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന് കഴിഞ്ഞു? യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞു? ഇല്ല. അവസാനം ആ സമരം വിജയിക്കുമ്പോൾ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ തങ്ങളുടെ ഒരു നേട്ടമാക്കി മാറ്റാം എന്നതിനെ പറ്റി മാത്രമല്ലേ രാഹുൽ ഗാന്ധി ചിന്തിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും മാറുകയാണ്. ആ മാറ്റമാണ് നരേന്ദ്രമോദിയുടെ വളം എന്ന് പറയുന്നത്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടതാണ്. അതിൽ സോണിയാഗാന്ധി കൈകൊണ്ടും ഒക്കെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അതായത് ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുന്നത് പാടില്ല എന്ന് പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഇന്ന് ജയറാം രമേശിനെ മാധ്യമപ്രവർത്തകർ കാണുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് പൂർണ്ണമായി ആലപിക്കാനുള്ള കാരണം. അതിനിടയിൽ സോണിയാഗാന്ധി എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇത് പൂർണ്ണമായി ആലപിക്കരുത് എന്നാണോ സോണിയാഗാന്ധി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ജയറാം രമേശ് പറയുന്നു, അല്ല, ഒരു കസേര ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കസേര ആവശ്യപ്പെട്ടതാണെന്ന്. അപ്പൊ സ്വാഭാവികമായും വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നതിൽ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ജയറാം രമേശിന്റെ ആ പ്രതികരണത്തോടു കൂടി തന്നെ കേന്ദ്രത്തിന്റെ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളത് ഇവിടെ വ്യക്തമായി കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പറയുമായിരുന്നല്ലോ, ഞങ്ങൾക്ക് പൂർണ്ണമായി ആലപിച്ചതിൽ ബുദ്ധിമുട്ടുണ്ട്, സോണിയാഗാന്ധി അത് അവിടെ പ്രകടിപ്പിച്ചതാണെന്ന് പറയാമായിരുന്നല്ലോ. പക്ഷെ അതവിടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. നോക്കൂ, വാക്കുകൾ കൊണ്ട് പോലും പ്രതികരണങ്ങൾ കൊണ്ട് പോലും കേന്ദ്ര സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കേന്ദ്രം വലിയ തോതിൽ തന്നെ എന്തായാലും ഇവർ AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ചൊല്ലിയതിനെ വലിയ രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയും വലിയ രീതിയിൽ തന്നെ നിങ്ങൾ നല്ലവരായ ഉണ്ണികളാണ് എന്ന് പറയുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കാണുകയാണ്. എന്തായാലും ഇത് തീർത്തും അപലപനീയമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വന്ദേ മാതരം അത് പൂർണ്ണമായി ആലപിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പൂർണ്ണമായി ആലപിക്കണമെന്ന് വാശി പിടിക്കുന്നവരുടെ അജണ്ട എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അജണ്ടയ്ക്കൊപ്പം നിന്ന കോൺഗ്രസെ നിങ്ങൾ ഏത് കൂട്ടത്തിൽ കൂട്ടണം എന്നറിയില്ല. ഇവരാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി ആ മുന്നണിയെ നയിക്കുന്നത്. ഈ മുന്നണി പിന്നെ എവിടെ പോയി നിൽക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ക്ലച്ച് പിടിക്കാത്തതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ ഏറ്റവും ഈ സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ട് പോരാടുന്ന പാർട്ടിക്കാരൊക്കെ ഈ തല്ലിപ്പിരിഞ്ഞു പോകുന്നതെന്നും ഒക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കോൺഗ്രസ് ഈ സംഘപരിവാറിനെതിരെ തിരിഞ്ഞിരിക്കുന്ന പാർട്ടികളെയൊക്കെ ദുർബലമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള എന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നരേന്ദ്രമോദിയെയും ഈ കേന്ദ്ര സർക്കാരിനെയും ഒക്കെ താഴെ ഇറക്കുകയാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയുമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.